കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 22-23 വാക്യങ്ങൾ. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്: ആകയാൽ എന്തു തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുതെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ഈ കർത്താവിൻ്റെ പ്രസ്താവന നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുകയില്ല. എന്നാൽ നമ്മുടെ തലമുറയിൽ മനസ്സിലാക്കിയവരുണ്ട്. യുദ്ധമുണ്ടായ സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ജീവനാണ് ജീവിതത്തേക്കാൾ വലുത് എന്ന് പറഞ്ഞ് ഉള്ളതെല്ലാം ഇട്ടിട്ട് ഓടിയവർ. പരാജിതരല്ല, നമ്മളെക്കാൾ ഭാഗ്യദോഷികളല്ല, നമ്മളെക്കാൾ പാപികളുമല്ല. പക്ഷെ അവരെ കണ്ട് നമ്മൾ ബുദ്ധി പഠിക്കേണ്ടതാണ്. ജീവിതത്തേക്കാൾ ജീവൻ വലുതാണ്. വസ്ത്രത്തേക്കാൾ ശരീരം നല്ലതാണ്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു, പക്ഷെ ചാനലുകളിൽ വന്നു. വില കൂടിയ ഉടുപ്പിട്ടിരിക്കുമ്പോഴും ആഭരണം ധരിച്ചിരിക്കുമ്പോഴും ചാനലുകളിൽ അവർ നഗ്നരാക്കപ്പെട്ടു. അവരുടെ പേര് നഷ്ടപ്പെട്ടു, പൊസിഷൻ നഷ്ടപ്പെട്ടു. മറുവശത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ അകത്ത് സത്യമുള്ളവൻ, കള്ളത്തിലൂടെ ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വെള്ളയുടുപ്പ് ധരിച്ച് നടക്കുന്നവൻ, അവൻ പറയുന്നു ഉടുപ്പിനേക്കാൾ ശരീരം വിലയേറിയതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു ന്യൂനപക്ഷമാണ് ആഹാരത്തിന് വേണ്ടി വിചാരപ്പെടുന്നത്, വസ്ത്രത്തിന് വേണ്ടി വിചാരപ്പെടുന്നത്. ബാക്കി മുഴുവൻ പേരും മറ്റു പലതിനും വേണ്ടിയാണ് വിചാരപ്പെടുന്നത്. കർത്താവിനതറിയാം. എല്ലാം കൂടെ ചേർത്താണ് കർത്താവ് പറഞ്ഞത്. ജീവിതത്തിന് വേണ്ടി വിചാരപ്പെടരുത്, പൊസിഷന് വേണ്ടി വിചാരപ്പെടരുതേ. എന്നിട്ട് കർത്താവ് പറയണം, ആകാശത്തിലെ പക്ഷികളെ അല്ലെങ്കിൽ ആകാശത്തിലെ കാക്കയെ നോക്കുവിൻ. അത് വിതയ്ക്കുന്നുമില്ല, കൊയ്യുന്നുമില്ല, പക്ഷേ ദൈവം അതിനെ പുലർത്തുന്നു. നീ കാക്കയേക്കാൾ വിലയേറിയവനല്ലേ? ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനല്ലേ? കാക്കയെ പുലർത്തുന്ന ദൈവം നിന്നെ പുലർത്തുകയില്ലേ? അതാണ് ദൈവത്തിൻ്റെ ചോദ്യം. അപ്പോൾ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. പട്ടിയെ നോക്കുവിനെന്നോ പുലിയെ നോക്കുവിനെന്നോ പൂച്ചയെ നോക്കുവിനെന്നോ പറയാതെ കാക്കയെ നോക്കുവിനെന്ന് പറയാൻ കാര്യം, കാക്കയ്ക്ക് ചിറകുകളുണ്ട്. പറക്കുന്ന ഒരു ജീവൻ അതിനുണ്ട്. ആ ചിറകുകളുള്ളത് കൊണ്ട് അതിന് ടെൻഷനും ഇല്ല. ഇതുപോലെ വിശ്വാസത്തിൻ്റെ ചിറകുകൾ നീ ധരിക്കണം. നിന്റെ ടെൻഷൻ മാറിപ്പോകും, ആകുലത മാറിപ്പോകും. ആ വിശ്വാസം നിന്നെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് പറപ്പിക്കും. മറുവശത്ത് നോക്കിക്കേ, വയലിലെ താമരയെ നോക്കുകയും ധ്വാനിക്കുന്നില്ല, നൂൽ നിൽക്കുന്നില്ല, പക്ഷേ സൗന്ദര്യം. അതുണ്ടാക്കിയതല്ല, മേടിച്ചതല്ല, നാച്ചുറലായിട്ട് ദൈവം കൊടുത്തതാണ്. ശിശു സുന്ദരനെന്ന് കണ്ട് മാതാപിതാക്കന്മാർ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ദൈവം തരുമെന്ന്, പൊസിഷൻ ദൈവം തരുമെന്ന്, ജീവിതം ദൈവം തരുമെന്ന്. അപ്പോൾ കർത്താവ് ഒരു സാധാരണ മനുഷ്യനോട് പറയുകയാണ്, നീ സഭയിലേക്ക് വരണം. ദൈവജീവൻ പ്രാപിക്കാൻ അവിടെ ഒരു അവസരമുണ്ട്. അത് നീ പ്രാപിച്ചാൽ നിൻ്റെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിനക്ക് മാറും. അപ്പോൾ ആദ്യത്തെ വിഷയത്തിൻ്റെ പരിഹാരം എന്താണ്? ദൈവജീവൻ പ്രാപിക്കുക. രണ്ടാമത്തെ വിഷയത്തിൻ്റെ പരിഹാരം എന്താണ്? ശരീരം പ്രാപിക്കുക, സൗന്ദര്യമുള്ള ശരീരം പ്രാപിക്കുക. ദൈവജീവൻ എവിടെ കിട്ടും? വചനം പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് മാന്യതയുണ്ട്. 2 കാര്യം അവിടെ നടക്കും. 1, ദൈവജീവൻ നിങ്ങൾക്ക് പ്രാപിക്കാം. 2, യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാം. ജീവിതത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമാണെന്ന് അപ്പോൾ മനസ്സിലാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യുദ്ധമേഖലയിൽ നിന്ന് ജീവിതത്തേക്കാൾ ജീവൻ വലുതാണെന്ന് കണ്ട് കുറേ പേർ ഓടിക്കളഞ്ഞപ്പോൾ പട്ടാളക്കാർ തങ്ങളുടെ ജീവിതത്തെക്കാളും വേറൊരു ജീവൻ കണ്ടതുകൊണ്ടാണ് യുദ്ധത്തിനായിട്ട് ഓടിയത്. പല രാജ്യങ്ങളിലുണ്ടായിരുന്ന യുദ്ധമേഖലയിലെ ആൾക്കാർ ആ ജോലിയും പൊസിഷനും വിട്ടിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ
അവരുടെ ജീവിതം കളഞ്ഞിട്ട് വന്നത് വേറെന്തോ ജീവൻ കണ്ടിട്ടാണ്. സഭയിൽ വരുന്നവനും ഇത് തന്നെയാണ്. യേശുക്രിസ്തു മുഖാന്തരം ദൈവജീവൻ പ്രാപിക്കാം, ദൈവമക്കളാകാം. യേശുക്രിസ്തു മുഖാന്തരം യേശു തന്നെ തലയായിരിക്കെ സഭയായ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകാം. അവിടെ നിങ്ങളുടെ എല്ലാ ടെൻഷനും മാറുകയാണ്. അവിടെ നിങ്ങളുടെ കോംപ്ലക്സ് തീരുകയാണ്. നിങ്ങൾ ഭാഗ്യം തിരിച്ചറിയുകയാണ്. നിങ്ങൾ നന്മ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങൾ നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ നല്ലത് തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം കൃപ ചെയ്യട്ടെ. ആകുലമില്ലാത്ത, ടെൻഷനില്ലാത്ത ജീവിതം, സൗന്ദര്യമുള്ള, കോൺഫിഡൻസ് ഉള്ള, ധൈര്യമുള്ള ഒരു ജീവനം സ്വർഗം നൽകട്ടെ. പ്രാർത്ഥിക്കുന്നു. ആമേൻ.